ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 65. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. മാർച്ച് 25, 1983 മംഗളവാർത്ത തിരുനാൾ 261. ക്രിസ്തു പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. സ്നേഹസുതരെ, ഇന്ന് യേശുവിൻ്റെ ഹൃദയം നിങ്ങൾക്കായി തയ്യാറായിരിക്കുന്ന സമയത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുക. ഇന്ന് അവൻ്റെ തിരുനാൾ ദിവസമാണ്. നിങ്ങളുടെ ഇടയിൽ അവൻ വരുന്നുവെന്ന രഹസ്യത്തെ ഇന്ന് ആരാധിക്കുക. പിതാവിൻ്റെ നിത്യനായ പുത്രൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനായി ഭവിച്ചുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ സഹോദരനായി തീർന്നുകൊണ്ട് എൻ്റെ കന്യകാത്തോദരത്തിൽ തൻ്റെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. ആ നിമിഷത്തിൽ മനുഷ്യവർഗം രക്ഷിക്കപ്പെട്ടു. ബലഹീനത അതിൻ്റെ നഷ്ടമായ ശക്തി കണ്ടെത്തി. ദാരിദ്ര്യം കുലീനമായി. ഓരോ മനുഷ്യജീവിക്കും യഥാർത്ഥവും പ്രകൃത്യാതീതവുമായും ദിവ്യവുമായ മഹത്വം തുറന്നു കൊടുക്കപ്പെട്ടു. എന്നാൽ ഇത് എൻ്റെയും തിരുനാൾ ദിവസമാണ്. പരിശുദ്ധാത്മാവിനാൽ എന്നിൽ ഗർഭസ്ഥിതനായ പുത്രൻ്റെ തിരുനാൾ. അവന് ജീവൻ നൽകുകയും അനിർവചനീയമായ നിത്യകന്യകാത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി കാത്തു സംരക്ഷിക്കുകയും ചെയ്ത എൻ്റെയും തിരുനാൾ കൂടിയത്രേ ഇന്ന്. പിതാവിന് പുത്രൻ നൽകിയ അതേയും അമ്മ പുത്രൻ നൽകിയ അതേയും ഞങ്ങളെ മുഴുവനായും എന്നേക്കുമായി ഏകീഭവിപ്പിച്ചു. അങ്ങനെ ദൈവചിത്തം പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെട്ടു. ദഹനബലികളോ യാഗങ്ങളോ സ്വീകാര്യമായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ ദൈവമേ, അങ്ങയുടെ ചിത്തം നിറവേറ്റുന്നതിനായി ഇതാ ഞാൻ വരുന്നു. എന്നാൽ ഇന്നേ ദിവസം എൻ്റെ പുത്രന്മാരെ, നിങ്ങളുടെ തിരുനാൾ ദിവസം കൂടിയാണ്. വചനം എൻ്റെ കന്യകാത്തോദരത്തിൽ മനുഷ്യാവതാരം ചെയ്ത അതേ നിമിഷത്തിൽ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളും യേശുവിൻ്റെ സഹോദരന്മാരും വീണ്ടെടുപ്പിൻ്റെ മഹാദാനം സ്വീകരിക്കുന്നവരും ആകുന്നതിനുള്ള യഥാർത്ഥവും പ്രായോഗികവുമായ സാധ്യത നിലവിൽ വന്നു. മനുഷ്യാവതാരത്തിൻ്റെ അതേ നിമിഷം തന്നെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കുമായി പ്രകൃത്യാതീതമായ തലത്തിൽ നിങ്ങളുടെ ദൈവിക ജീവൻ്റെ യഥാർത്ഥ മാതാവായി. ഇക്കാരണത്താൽ തീവ്രമായ പ്രാർത്ഥനാ സമയത്ത് അനുഭവപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തെ അനുസരിച്ചുകൊണ്ട് എൻ്റെ മാർപ്പാപ്പ വിശുദ്ധ കവാടവും രക്ഷയുടെ ജൂബിലി വർഷവും ഇന്നേ ദിവസം തുറക്കുന്നു. വീണ്ടെടുപ്പിൻ്റെ ആരംഭം യേശുവിൻ്റെ മനുഷ്യാവതാരം നടന്ന നിമിഷത്തിലായിരുന്നു. അവൻ്റെ ജീവിതം മുഴുവനും അത് തുടർന്നു. നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട അവൻ്റെ ശരീരത്തിൻ്റെയും നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട അവൻ്റെ രക്തത്തിൻ്റെയും ബലിയിൽ അത് അവസാനിച്ചു. ആത്യന്തികമായി കാൽവരിയിൽ പൂർത്തീകരിച്ചതും ഇപ്പോഴും അൾത്താറുകളിൽ മൗതികമായി നവീകരിക്കപ്പെട്ടിരിക്കുന്നതുമായ ഒരു യാഗബലിയാണ് വീണ്ടെടുപ്പ് പരമകാഷ്ഠയിലെത്തിയത്. പ്രസാദപരത്തിൻ്റെ ഈ അസാധാരണ കാലഘട്ടത്തിന് എല്ലാവരും സ്വാഗതമരുളട്ടെ. അത് യേശു തലമുറകൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. ഇതാകട്ടെ തലതിരിഞ്ഞതും അക്രമാസക്തവും അപകടം നിറഞ്ഞതും സാത്താൻ്റെയും തിന്മയുടെയും ശക്തികളുടെ ആധിപത്യത്തിലിരിക്കുന്നതും തന്മൂലം വീണ്ടെടുക്കുന്നതിന് ഏറ്റവും വിഷമമേറിയ തലമുറയും ആകുന്നു. ഈ വിശുദ്ധ വർഷം നിങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ മാർഗത്തിൽ നടത്തി ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് യേശുവിൻ്റെ ദിവ്യഹൃദയവും എൻ്റെ വിമലഹൃദയവും ചെയ്യുന്ന അവസാന ശ്രമമായിരിക്കും. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി അനുതപിക്കുക. നിങ്ങളെ മാനസാന്തരപ്പെടുത്തുന്ന ഒരു സമർപ്പണം നടത്തുക. പ്രസ്തുത സമർപ്പണം നീതിയുടെയും സഹോദര സ്നേഹത്തിൻ്റെയും നന്മയുടെയും എല്ലാവർക്കും വേണ്ടി സ്വയം നൽകുന്നതിൻ്റെയും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. ദൈവത്തിലേക്കുള്ള ഈ തിരിച്ചുവരവ് ഇപ്രകാരമാണ് നടത്തേണ്ടത്. ഇന്ന് മാതാവായ എൻ്റെ ആഹ്വാനത്തിന് അടിയന്തര സ്വഭാവമുണ്ട്. പ്രിയപുത്രരെ, നിങ്ങളിലൂടെ എൻ്റെ മക്കളെ എല്ലാവരെയും വിളിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലായിടത്തും ശക്തിയാർജിച്ചു കഴിഞ്ഞ നിരീശ്വരത്വത്താൽ വഞ്ചിക്കപ്പെട്ടത് മൂലം അബദ്ധമാർഗത്തിൽ നടക്കുന്ന എൻ്റെ പാവപ്പെട്ട മക്കളോടും നിർബന്ധ ബുദ്ധിയോടെ ദൈവത്തെ നിരന്തരം തള്ളിപ്പറയുന്നവരോടും ഞാൻ യാചനയോടെ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ രക്ഷയുടെയും സമാധാനത്തിൻ്റെയും ദൈവത്തിങ്കലേക്ക് നിങ്ങൾ തിരിച്ചു വരുവിൻ.
തിന്മ, വിദ്വേഷം, അക്രമം എന്നിവയാൽ വഞ്ചിക്കപ്പെട്ട് പാപികളായി തീർന്ന എൻ്റെ സാധുമക്കളോട് ഒരമ്മയുടെ ഹൃദയവേദനയോടെ വിലപിച്ചുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒരു പിതാവിൻ്റെ സ്നേഹത്തോടെ നിങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിച്ചു ചെല്ലുവിൻ. എൻ്റെ മകൻ യേശുവിൻ്റെ വിലയേറിയ രക്തത്തിൽ കഴുകപ്പെടുകയും അവൻ്റെ അനന്തദയയാൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുക. ഇന്ന് മരണയാതനയുടെയും രക്ഷാകരമായ പീഡയുടെയും മണിക്കൂറിൽ ജീവിക്കുന്ന എൻ്റെ തിരുസഭാ മക്കളോട് ഞാൻ പറയുന്നു, സ്നേഹം, ഐക്യം, വിശ്വസ്തത, വിശുദ്ധി, പ്രാർത്ഥന, പ്രായശ്ചിത്തം എന്നിവയുടെ പാതയിലൂടെ നടക്കുക. എൻ്റെ ഈ മാതൃക്ഷണം ഞാൻ ആവർത്തിക്കുകയാണ്. മനുഷ്യവർഗത്തെ ഭയപ്പെടുത്തുന്ന മാരകമായ അപകടങ്ങളെ കാണുമ്പോൾ തീവ്രമായ മാനസിക വേദന അനുഭവിക്കുന്ന ഒരമ്മയുടെ വികാരത്തോടെ എല്ലാവരോടും ഞാൻ കരഞ്ഞു പറയുന്നു, ആഗതനാകുന്ന ക്രിസ്തുവിനെ പടിവാതിലുകൾ വിശാലമായി തുറന്നിടുവിൻ. നിങ്ങളോട് കൂടെ വസിക്കുന്ന ദൈവം അവിടുന്ന് മാത്രമാണ്. അവിടുന്ന് മാത്രമാണ് പരിത്രാണികൻ. അവിടുന്ന് മാത്രമാണ് രക്ഷകൻ. എൻ്റെ രക്ഷണം നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ നീതിയുടെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ യുഗം വേഗം നിങ്ങൾക്ക് ഉദയം ചെയ്യും. നിങ്ങളെല്ലാവരും പിതാവിൻ്റെ മഹത്വീകരണത്തിൻ്റെ പാതയിൽ പുത്രനെ അനുകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവുമായി പൂർണ്ണ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് കാണുമ്പോൾ എൻ്റെ വിമല ഹൃദയത്തിന് വിജയത്തിൻ്റെ അനുഭവമുണ്ടാകും. ഏപ്രിൽ 1, 1983 ദുഃഖവെള്ളി. 263, 62 എല്ലാം പൂർത്തിയായി, സർവവും പൂർത്തിയായി. എൻ്റെ പുത്രൻ യേശു തൻ്റെ ആത്മാവിനെ കൈവെടിഞ്ഞപ്പോൾ ഉച്ചത്തിൽ നടത്തിയ നിലവിളിക്ക് മുമ്പ് ഉദ്ഗീരണം ചെയ്ത വാക്കുകളാണിവ. സർവവും പൂർത്തിയായി. സ്നേഹസുതരെ, ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിന് ഇന്ന് കുരിശിൻ്റെ ചുവട്ടിൽ എന്നോടുകൂടി അല്പനേരം നിൽക്കുക. ഇന്ന് ദുഃഖവെള്ളിയാണ്. അവൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ദിവസം. നിങ്ങളുടെ രക്ഷയുടെ വിലയേറിയ നിമിഷവും ഇന്നു തന്നെ. യേശുവിൻ്റെ ദിവ്യഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നമുക്ക് പ്രവേശിക്കാം. അവൻ്റെ ആത്മാവിൻ്റെ കയ്പ് രുചിച്ചറിയുന്നതിനും അവൻ്റെ ബലിയർപ്പണത്തിൻ്റെ ആഴമായ രഹസ്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതിനും നമുക്ക് ശ്രമിക്കാം. അവൻ്റെ ശരീരം ബലിയർപ്പിക്കപ്പെടുകയും അവൻ്റെ രക്തം നിങ്ങൾക്കായി ചിന്തപ്പെടുകയും ചെയ്ത നിമിഷത്തിൽ എല്ലാം പൂർത്തിയായി. അവൻ്റെ ജീവിതത്തിൻ്റെ സകലവും ഈ പരമപ്രധാനമായ നിമിഷങ്ങളിലേക്കാണ് നയിക്കപ്പെട്ടത്. അവൻ്റെ ഭൗമിക ജീവിതത്തിലെ ഓരോ നിമിഷവും ഇത് പൂർത്തിയാകുന്നതിന് വേണ്ടി ചെലവഴിച്ചു. അവൻ്റെ പെസഹായ്ക്ക് വേണ്ടി നിങ്ങൾക്കായി അവൻ്റെ പീഡാസഹനവും മരണവും കൈവരിക്കാൻ വേണ്ടി എത്രമാത്രം അവൻ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് എൻ്റെ മകൻ യേശു ഭീകരമായ മരണവേദന അനുഭവിച്ച കുരിശിലെ ചുവട്ടിൽ എന്നെ കാണാം. നിങ്ങളെയെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് യോഹന്നാനും സമീപത്തുണ്ട്. യേശുവിനോടും അവിടുത്തെ രക്ഷണീയ കർമ്മത്തോടും ഏറ്റവും അടുത്ത് സഹകരിച്ച എന്നോടും ആത്മന ചേർന്നുകൊണ്ട് അവനെ ഈ ബലിയർപ്പണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിച്ച ഓരോ നിമിഷങ്ങളെക്കുറിച്ചും നമുക്ക് പരിചിന്തിക്കാം. മംഗളവാർത്തയുടെ സന്തോഷകരമായ നിമിഷം, പിതാവിൻ്റെ വചനം എൻ്റെ കന്യകാത്വദരത്തിൽ മനുഷ്യാവതാരം ചെയ്തപ്പോൾ അവന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ശരീരം അവൻ സ്വീകരിച്ചു. അപ്പോൾ അമൂല്യമായ രക്ഷാകർമ്മം ഉടനടി ഏറ്റെടുക്കുന്നതിന് അവന് കഴിവുണ്ടായി. ബേത്ലഹേമിലെ ദരിദ്രമായ ആ കൊച്ചു മാടത്തിൽ അവൻ്റെ ജനനത്തിൻ്റെ പ്രഭാപൂരിതമായ ദിവസം തന്നെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പൂർണ്ണ ബലിയായി ആത്മാർപ്പണം ചെയ്യുന്നതിന് അവൻ ആഹ്വാനം ചെയ്യപ്പെട്ടു. അവൻ്റെ പിഞ്ചു ശരീരത്തിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ കുഞ്ഞാടിൻ്റെ ചിഹ്നങ്ങൾ അപ്പോൾ തന്നെ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞു. ഈജിപ്തിൽ പരദേശവാസം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ അവൻ്റെ ശൈശവത്തിൻ്റെ പ്രശാന്തമായ വർഷങ്ങൾ ആഗതമായി. ഓരോ ദിവസവും സൂര്യൻ്റെ നേർക്ക് ഒരു പുഷ്പത്തെ പോലെ സൗന്ദര്യത്തിൻ്റെയും പ്രസാദപരത്തിൻ്റെയും ദിവ്യജ്ഞാനത്തിൻ്റെയും സൂര്യൻ്റെ നേർക്ക് അവൻ വിടർന്നു വരുന്നത് ഞാൻ വീക്ഷിച്ചു കൊണ്ടിരുന്നു. യൗവനത്തിൻ്റെ നീണ്ട വർഷങ്ങളിൽ അവൻ്റെ ശരീരം, എൻ്റെ എല്ലാ മാനുഷിക പരിപൂർണതകളും പ്രതിഫലിച്ച ആ ശരീരം, അനുദിന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന വിയർപ്പിനും ക്ഷീണത്തിനും വിധേയമായ ആ ശരീരം വളർന്നു വരുന്നതായി ഞാൻ കണ്ടു. കൂടെ ആത്മാവിൽ എനിക്ക് മുൻകൂട്ടി കാണാമായിരുന്നു അവൻ്റെ മുറിവുകളാൽ തുളയ്ക്കപ്പെട്ട കൈകളും കാലുകളും രക്തത്താൽ മൂടപ്പെട്ട ശരീരവും. അപ്പോൾ ഒരമ്മയുടെ നവമായ സ്നേഹാർദ്രതയോടെ അവൻ്റെ സമീപം ഞാൻ നമ്രമുഖിയായി നിൽക്കുമായിരുന്നു. പരസ്യജീവിതത്തിൻ്റെ ഹ്രസ്വമായ വർഷങ്ങളിൽ അവൻ രക്ഷയുടെ സുവിശേഷം എല്ലാവരോടും പ്രഘോഷിച്ചു. രോഗങ്ങൾ സുഖപ്പെടുത്തി, പാപങ്ങൾ മോചിച്ചു. വ്രണങ്ങൾ ഭേദമാക്കി, സുഖക്കേടുകൾ സുഖപ്പെടുത്തി. പാപങ്ങൾ മോചിച്ചു. അസംഖ്യം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അമ്മയായ എൻ്റെ സമീപത്തായിരുന്നപ്പോൾ
എന്നോട് എല്ലാ രഹസ്യവും അവൻ വെളിപ്പെടുത്തിയിരുന്നു. എത്ര പ്രാവശ്യം അവൻ ആത്മാവിൽ കാൽവരിയുടെ ഉച്ചിയിലേക്ക് പോവുകയും എന്നോടുകൂടെ തൻ്റെ വ്യസനകരമായ വേർപാടിൻ്റെ നിമിഷങ്ങൾ ജീവിക്കുകയും ചെയ്തു. സർവവും പൂർത്തിയായി. ഈ സമയത്തിൻ്റെ അപകീർത്തിയെ അഭിമുഖീകരിക്കുവാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കുന്നു. മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോകണം. അവിടെ അവൻ വിജാതീയരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. അവൻ്റെ മുഖത്ത് അവർ തുപ്പും, ചാട്ടകളാൽ അടിക്കപ്പെടും, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടും, ക്രൂശിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. അവൻ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നതായി ഇപ്പോൾ ഞാൻ കാണുന്നു. അവൻ്റെ കൈകാലുകളിൽ ഭീകരമായ മുറിവുകളാൽ കീറപ്പെട്ടിരിക്കുന്നതായും മുൾക്കിരീടം ശിരസിൽ പിളർപ്പുണ്ടാക്കി അതിൽ നിന്ന് രക്തനിർദ്ധരികൾ പുറപ്പെട്ട് താഴോട്ടൊഴുകി അവൻ്റെ മുഖത്തെ വിരൂപമാക്കുന്നതായും ഞാൻ കാണുന്നു. ജ്വരവും മരണവേദനയും നിമിത്തമുണ്ടായ തീവ്രമായ കോച്ചി വലിക്കലാൽ അവൻ്റെ ശരീരമാഗമനം വിറയ്ക്കുന്നു. അവൻ്റെ അധരങ്ങൾ അവസാന വാക്കുകൾ ഉദ്ധീരണം ചെയ്യുന്നതിനായി വീണ്ടും തുറക്കപ്പെടുന്നു. സർവവും പൂർത്തിയായി. പിതാവിൻ്റെ ചിത്തം ഇപ്പോൾ നിറവേറ്റപ്പെട്ടു. അവൻ്റെ ജീവിതത്തിലെ ഓരോ വിശദാംശവും ഈ പരിപൂർണ നിറവിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുകയായിരുന്നു. അവൻ്റെ ജോലി ഏത് ലക്ഷ്യത്തിലേക്ക് സഭ തിരിച്ചുവിടണമെപ്പെടുമോ ആ പ്രവൃത്തിയിൽ ആയത് അനിർവചനീയവും അമൂല്യവുമായ മനുഷ്യരക്ഷ എന്ന ദൈവദാനത്തിൽ സംഹരിക്കപ്പെട്ടു. പ്രിയപുത്രന്മാരെ, അവനെ പോലെ നിങ്ങളെയും ഈ പരമപ്രധാനമായ സമയത്തിലേക്ക് ഞാൻ സന്നദ്ധരാക്കി. തൽഫലമായി പിതാവിൻ്റെ സംവിധാനം സഭയ്ക്ക് വേണ്ടിയുള്ള രക്ഷാകര പീഡാനുഭവത്തിൻ്റെ ഈ പുതിയ മണിക്കൂറിൽ പൂർത്തീകരിക്കപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിലുള്ള സർവത്തിനും ഈ ആഴമായ അർത്ഥമുണ്ട്. മുദ്ര ചെയ്യപ്പെട്ട നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ പുസ്തകം വ്യാകുലങ്ങളുടെ മാതാവായ എന്നോടുകൂടെ വായിക്കുക. അതിൽ സർവസ്വവും ദൈവത്താൽ തയ്യാറാക്കപ്പെട്ടു. സ്നേഹപുരസരം അവയെ ഞാൻ ക്രമപ്പെടുത്തി എൻ്റെ പുത്രൻ യേശുവിൻ്റെ കാര്യത്തിലെന്ന പോലെ. ഈ വിധം ദൈവചിത്തം നിറവേറ്റുന്നതിന് ഇന്നും നിങ്ങളെ എനിക്ക് സഹായിക്കാൻ കഴിയും. തുറന്നതും ഉദാരവുമായ ഹൃദയത്തോടെ എല്ലാവരെയും സ്നേഹിക്കുക. രോഗികൾക്ക് ആരോഗ്യം നൽകുക. പൊട്ടിയൊഴുകുന്ന വ്രണങ്ങൾ വെച്ചുകെട്ടുക. കൃപാവരവും സമാധാനവും നൽകുക. പാപങ്ങൾ മോചിക്കുക. എന്നോടുകൂടെ നിങ്ങളുടെ സ്വന്തം കാൽവരി കയറുന്നതിന് നിങ്ങളെ തന്നെ ഒരുക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായന അവസാനിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം കാൽവരിയുടെ സന്ദേശമാണ്. മനുഷ്യാവതാരത്തെ സ്വീകരിച്ച അമ്മയെപ്പോലെ വിനയത്തോടുകൂടി വചനത്തെ സ്വീകരിക്കുന്നതിനും ക്ലേശങ്ങളും കുരിശുകളും വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നതിനുമായി അമ്മ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അമ്മയുടെ ഈ ആഹ്വാനം ശ്രമിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് സഹനങ്ങളും ക്ലേശങ്ങളും ഏറ്റുവാങ്ങി കർത്താവിൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് അവിടുത്തെ പിന്നാലെ നമുക്ക് പോകാം. അങ്ങനെ പോകുമ്പോൾ നശ്വരമായ ഈ ലോകത്തിൻ്റെ ലക്ഷ്യങ്ങളല്ല നമ്മെ നയിക്കുന്നത്. അനശ്വരമായ ദൈവരാജ്യത്തിനും ദൈവമഹത്വത്തിനു വേണ്ടി നമ്മെ തന്നെ ഒരുക്കുന്നതിനുമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ദൈവമേ മഹത്വം, ആരാധന. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ.